ഔദ്യോഗികമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഇനി മുതൽ കേരളം എന്ന പേരിലേക്ക് പൂർണ്ണമായി മാറുകയാണ്. അതെ, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കേരളം ബിൽ 2026 ലോക്സഭ ഔദ്യോഗികമായി പാസാക്കിയിരിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ നാം സ്നേഹത്തോടെയും അഭിമാനത്തോടെയും വിളിക്കുന്ന പേര് തന്നെയാണ് കേരളം. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും ഔദ്യോഗിക രേഖകളിലും ഇത് ഇംഗ്ലീഷ് ശൈലിയിലുള്ള കേരള എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഈ അനൗചിത്യം തിരുത്തണമെന്നും മലയാളം സംസാരിക്കുന്ന ജനങ്ങളുടെ സംസ്ഥാനം ഔദ്യോഗികമായി എല്ലാ അർത്ഥത്തിലും കേരളം എന്നറിയപ്പെടണമെന്നും ആവശ്യപ്പെട്ട് കേരള നിയമസഭ ഒറ്റക്കെട്ടായാണ് ചരിത്രപ്രധാനമായ പ്രമേയം പാസാക്കിയത്. 2024 ജൂണിൽ കേരള നിയമസഭ പാസാക്കിയ ഈ പ്രമേയം പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയക്കുകയായിരുന്നു. തുടർന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ കേന്ദ്ര മന്ത്രിസഭ ഇതിന് ഔദ്യോഗിക അനുമതി നൽകുകയും ഒടുവിൽ ഈ വർഷം, അതായത് 2026 പാർലമെന്റിൽ ഇതിനായുള്ള ഔദ്യോഗിക ബില്ല് അവതരിപ്പിക്കപ്പെടുകയുമായിരുന്നു. എന്നാൽ ഈ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കുമിടയിലാണ് ലോക്സഭയിൽ ബില്ല് പാസാക്കപ്പെട്ടത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾക്കും പ്രതിപക്ഷ ബഹളത്തിനുമിടയിൽ യാതൊരുവിധ ചർച്ചകളുമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിന്മേലുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എതിരായ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ സഭയെ സ്തംഭിപ്പിച്ച ഘട്ടത്തിലാണ് ഈ സുപ്രധാന ബില്ല് ലോക്സഭയിലെത്തിയത്. ബിൽ അവതരിപ്പിച്ചതും പാസ്സാകുമ്പോൾ സംസാരിച്ചതും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആയിരുന്നു. ബില്ലിന്റെ നടപടിക്രമങ്ങൾ വെറും 4 മിനിറ്റുകൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പൂർത്തിയാക്കിയത്. ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്ന UDF, LDF എംപിമാരുടെ ശക്തമായ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഈ അതിവേഗ നടപടി. അതേസമയം കേരളം ബിൽ ചർച്ച കൂടാതെ പാസാക്കിയതുമായി ബന്ധപ്പെട്ട് സഭയിൽ വലിയ രാഷ്ട്രീയ വാക്പോരുകളും നടന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ പോലും ഈ ബില്ലിന്റെ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സഭയിൽ കുറ്റപ്പെടുത്തി. AICC ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ പേരുമാറ്റ ബിൽ ചർച്ചയിൽ മൗനം പാലിച്ചുവെന്നും സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ എതിർപ്പുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും മറ്റു പ്രമുഖരും കടുത്ത വിമർശനം ഉന്നയിക്കുകയുണ്ടായി. രാഷ്ട്രീയ ഭിന്നതകൾ എന്തുതന്നെയായാലും മലയാളികളുടെ ചിരകാലാഭിലാഷമായ ഒരു വിഷയത്തിൽ ലോക്സഭ ഇത്തരത്തിൽ യാതൊരു ചർച്ചയുമില്ലാതെ ബില്ല് പാസാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലോക്സഭയുടെ കടമ്പ കടന്നുകഴിഞ്ഞ ഈ ബില്ല് ഇന്ന് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇന്ന് രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇരുസഭകളുടെയും അനുമതി ഔദ്യോഗികമായി ലഭിച്ചു കഴിഞ്ഞാൽ ബില്ല് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഒപ്പിനായി അയക്കും. രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നതോടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഔദ്യോഗികമായി ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഇതോടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നതിൽ നിന്ന് പൂർണ്ണമായും കേരളം എന്ന് മാറി നിലവിൽ വരും.